കാസർഗോഡ് കസബ കടപ്പുറത്ത് മാലിന്യവുമായി എത്തിയ 2 ലോറികൾ നാട്ടുകാർ തടഞ്ഞു. ആദ്യം മാലിന്യം കൊണ്ടുവന്ന് തള്ളിയ ശേഷം രണ്ടാമതും മാലിന്യവുമായി ലോറി എത്തിയപ്പോഴാണ് ലോറികൾ നാട്ടുകാർ തടഞ്ഞത്. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ സ്ഥിരമായി വാഹനങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളാറുണ്ടെന്ന പരാതി വ്യാപകമാണ്. വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3-നാണ് 2 ലോറികളിലായി മാലിന്യം തള്ളാൻ കസബ കടപ്പുറത്തെത്തിച്ചത്. KL 28A3083, KL 07 BP 0299 എന്നീ ലോറികളിലായാണ് മാലിന്യം തള്ളാനായി കൊണ്ടുവന്നത്. ആദ്യം മാലിന്യം കൊണ്ടുവന്ന് തള്ളിയ ശേഷം രണ്ടാമതും മാലിന്യവുമായി ലോറി എത്തിയപ്പോഴാണ് നാട്ടുകാർ തടഞ്ഞത്. നിങ്ങൾ ചെയ്തൊരു നല്ല കാര്യം. വേസ്റ്റ് ഇടാമെന്ന വണ്ടി പിടിച്ചു വെച്ചു, നിയമപരമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു. പറഞ്ഞല്ലോ, റോഡ് പണിക്ക് ആവശ്യമായ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ലോറിയുമായി വന്നതെന്നാണ് ഡ്രൈവർ പറയുന്നത്. മണ്ണ് കൊണ്ടുപോകാൻ വരുന്നതിനിടെ വീട് പൊളിച്ച ശേഷമുള്ള അവശിഷ്ടങ്ങൾ അവിടെ ഇറക്കണമെന്ന് പറഞ്ഞതിനാൽ കയറ്റിയതാണെന്നും ഇതിൽ മാലിന്യമുള്ളത് താൻ അറിയില്ലെന്നും ഡ്രൈവർ പറയുന്നു. രാത്രികാലങ്ങളിൽ സ്ഥിരമായി വാഹനങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളാറുണ്ടെന്നും മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി കസബ കടപ്പുറത്തെ മാറ്റിയെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. പോലീസും ആരോഗ്യ വിഭാഗം അധികൃതരും സ്ഥലത്തെത്തിയെങ്കിലും ലോറി നാട്ടുകാർ വിട്ടുകൊടുത്തില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.